ക്രിക്ടോക്സ് വിത്തനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്ര നല്ല തുടക്കമല്ല CSK സംബന്ധിച്ചിടത്തോളം ഈ ടാറ്റ IPL ഉണ്ടായത്. ഇന്നലെ അവർ രാജസ്ഥാനോട് ദയനീയമായി പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടില്ലേ. ഗുവാഹട്ടിയിൽ ടോസ് കിട്ടിയിട്ട് രാജസ്ഥാൻ ക്യാപ്റ്റൻ റയാൻ പരാഗ് ബൗളിംഗ് തിരഞ്ഞെടുത്തു. പിച്ച് കണ്ടീഷനൊക്കെ ഒരു ബൗളേഴ്സിനും ബാറ്റേഴ്സിനും ഒരേപോലെ പറ്റുന്നൊരു പിച്ചായിരുന്നു. അതായത് 160 170 ഒക്കെ വരുന്ന സ്കോറിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് കൊളാപ്സ് ഉണ്ടായത്. 127 റൺസ് മാത്രമേ അവർക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ സീസണിൽ നമ്മളിത് കണ്ടതാണ് ചെന്നൈയുടെ ബാറ്റിംഗ് കൊളാപ്സ്. അതൊരു തുടർക്കഥയായി മാറുമോ എന്ന കാര്യം ഇപ്പം ചോദ്യം ചെയ്യുന്നത്. കാരണം ഇപ്പൊ അവർ സഞ്ജു സാംസണൊക്കെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് കാര്യം, ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്. 7 പന്തിൽ അദ്ദേഹം എടുത്ത 6 റൺസ്. ഒരു സൂപ്പർ ബോളറിന് ആൻഡ്രി ബർഗറിന്റെ ക്ലീൻ ബൗൾഡേ. പിന്നെ രുദ്രാജ് ഗെയ്ക്വാദ് നായകൻ 11 പന്തിലെടുത്ത എത്ര 6 റൺസ്. ഇതാണ് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് കൊളാപ്സിന് തുടർക്കഥയാകുമോ എന്ന്. പിന്നെ അവർ ഏറെ പ്രതീക്ഷയോടെ വന്ന പ്ലെയർ ആയിരുന്നു ആയുഷ് മാത്രേ ഗോൾഡൻ ഡക്ക് വന്നതും പോയതൊക്കെ ഒരേപോലെ തന്നെ. പിന്നെ മാത്യു ഷോട്ട് 7 ബോളിൽ 2 റൺ. ഇങ്ങനെ വിക്കറ്റുകൾക്ക് ഓരോന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പവർ പ്ലേയിൽ അവർ 6 ഓവറിൽ 40 റൺസിന് 4 വിക്കറ്റ്. അവിടെ നിന്ന് അവർ ആയുഷ് മാത്രം ഔട്ടായപ്പോൾ ഇമ്പാക്ട് പ്ലെയറായിട്ട് സർഫറാസ് ഖാൻ ഇറക്കിയിട്ട് എന്താണ് കാര്യം, 12 പന്തിൽ 17. ഇത്താണ് വിക്കറ്റ് അയക്കാന്നറിയോ, രവീന്ദ്ര ജഡേജക്ക്. പിന്നെ കാർത്തിക് ശർമ്മ അവര് ഏറെ ഇതിൽ കൊടുത്ത് വാങ്ങിയ പ്ലെയറാ. 14 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കാർത്തിക് ശർമ്മേനെ എടുത്തത്. കാർത്തിക് ശർമ്മക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. 15 ബോളിൽ 18 റൺസ്. പിന്നെ ശിവം ഡുബെ എടുത്തത് 4 ബോളാണ്. ശിവം ഡുബെ ഫസ്റ്റ് ബോൾ 6 അടിച്ചിട്ട് തുടങ്ങി ജഡേജക്ക്. പക്ഷേ 4ാമത്തെ ബോൾ ലോങ് ഓഫിൽ ഒരു ക്യാച്ച് ഔട്ട് ആകുമ്പോൾ ജഡേജന്റെ സെലിബ്രേഷൻ കണ്ടില്ലേ. പിന്നെ അവർക്ക് ഒരു ആശ്വാസം എന്ന് പറയാൻ ജെയ്മി ഓവർട്ടന്റെ ബാറ്റിംഗ് മാത്രമാണ്. 36 പന്തിൽ 43. അയാൾ അങ്ങനെ കളിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സ്കോറിലേക്ക് എത്തിയത്. ഇല്ലെങ്കിൽ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് പോയ CSK. ജെയ്മി ഓവർട്ടൺ വരുമ്പോൾ സ്കോർ എത്രയായോ, 67-7. അവിടെ നിന്നാണ് ജെയ്മി ഓവർട്ടൺ ഇങ്ങനെ ഒരു ചെത്തുനിർത്തി കളിക്കിയത്. ഇല്ലെങ്കിൽ ഇത്ര വലിയ സ്കോർ, ഇത്രയില്ല നല്ല ഭേദപ്പെട്ട സ്കോർ പോലും ഉണ്ടാവില്ലായിരുന്നു. നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വീണേനെ. പിന്നെ നൂർ അഹമ്മദ് 9 ബോളിൽ 1 റൺസ്. മാറ്റ് ഹെൻറി അവരെ 7 ബോളിൽ 5 റൺസ്. അൻഷുൽ കംബോജ് നോട്ട് ഔട്ട് 10 ബോളിൽ 7. അപ്പൊ കളി കഴിഞ്ഞപ്പാടെ തന്നെ CSK നമ്മുടെ രാജസ്ഥാന്റെ ക്യാപ്റ്റൻ പറഞ്ഞതാണ്, ഇത് ഒരു 160 ഒക്കെ വരേണ്ട സ്കോറാണ്, 120 മാത്രമേ അവർക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന്. എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയതോ നമ്മുടെ വൈഭവ് സൂര്യവംശി CSK ബൗളേഴ്സിനെ പന്നിക്കിടൽ അറ്റ് ഇറ്റ് സ്പീക്ക് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അമ്മാതിരി അടി അടിച്ചത്. CSK ബോളർ 4 ഭാഗത്തേക്ക് പായുന്നത് നമ്മൾ കണ്ടു. എന്തൊരു അടി അടിച്ചത്, ഇങ്ങനെയുണ്ട് അടിക്കല്ലേ ഇവര്. പവർ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് 6 ഓവറിൽ 80 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ മനസ്സിലായി ഇത് പിച്ചിന്റെ പ്രശ്നമല്ല, CSK ബാറ്റിംഗ് കൊളാപ്സ് ആയതായെന്ന്. വൈഭവ് സൂര്യവംശി എടുത്ത 17 ബോളിൽ 52 റൺസ്. പിന്നെ അപ്പുറത്ത് ജയ്സ്വാളിനെ വെറുതെ കൂടുന്ന മാത്രം മതി, 36 പന്തിൽ 38. പിന്നെ നമ്മുടെ ധ്രുവ് ജുറേൽ വരുന്നു, റയാൻ പരാഗ് വരുന്നു. ഇവരൊക്കെ ഒന്ന് കളിയിൽ ഫിനിഷ് ചെയ്താൽ മാത്രം മതി, വേറെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കൃത്യമായി പറഞ്ഞ ജുറേൽ 9 ബോളിൽ 18 എടുത്തു. 4 ബൗണ്ടറികൾ ജുറേൽ അടിച്ചു. എല്ലാവരും സ്ട്രൈക്ക് റേറ്റ് നല്ല രീതിയിൽ ഉപയോഗിച്ചു. അതായത് എല്ലാവർക്കും 150 ബോളിലാണ്. ആകെ ഇപ്പോൾ സ്ട്രൈക്ക് റേറ്റ് കുറവുള്ളത് ജയ്സ്വാളിന്റെ മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് നല്ല സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. CSK ബോളേഴ്സിന്റെ കാര്യത്തിലൊക്കെ നല്ല അവരെ ഏറെ വിശ്വസ്തനായ ബോളർ ന്യൂസിലാൻഡിന്റെ മാറ്റ് ഹെൻറി 3 ഓവറിൽ 40 റൺസ് കിട്ടി. ഖലീൽ അഹമ്മദ് മാത്രമാണ് CSKക്ക് വേണ്ടിയിട്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്, 3 ഓവറിൽ 17. അൻഷുൽ കംബോജിന് 3 ഓവറിൽ 27 റൺസ്. കാരണം ഇതിപ്പോൾ 3 ഓവർ 27 എന്ന് പറഞ്ഞാൽ 9 റൺസ് എക്കണോമി ഉള്ളൂ. പക്ഷെ 120 ചേസ് ചെയ്യുമ്പോൾ 9 എന്ന് പറയുന്നത് വലിയ എക്കണോമി തന്നെയാണ്. നൂർ അഹമ്മദ് 2 ഓവറിൽ 24 റൺസ്. ജെയ്മി ഓവർട്ടൺ 1 ഓവറിൽ 14. മാറ്റ് ഷോട്ട് 1 ബോൾ എത്തി, അപ്പോഴത്തെ കളി ഇങ്ങനെ 1 റൺസ്. പിന്നെ CSKയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക്. ഇപ്പൊ ബ്രെവിസിന് ഇപ്പോൾ 2 മത്സരം കൂടി നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ട് വരുന്നത്. പിന്നെ സാക്ഷാൽ MSD ഇല്ലാത്തത് ഇന്ന് നമ്മൾ കണ്ടു. ധോണി ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊളാപ്സ് ആകുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ ധോണിയുടെ പ്രായങ്ങളൊക്കെ കഴിഞ്ഞു പോയി, 45 വയസ്സെത്തി. ഇനിയിപ്പോൾ പഴയ കാലത്തെ ധോണി ആകുമോ എന്നും കണ്ടറിയാണ്ട് വരും. പിന്നെ ബൗളിംഗിൽ പ്രശ്നമുണ്ട്. നാഥൻ എല്ലിസ് ഇല്ലാണ്ടായിരിക്കുന്നത് ഒരു തിരിച്ചടിയാണ്. അപ്പോൾ അവർക്ക് അതാണ് പ്രശ്നം. ബാറ്റിങ്ങും അവിടെ മിഡിൽ ഓർഡേഴ്സ് ഒന്നും അത്ര വലിയ ശക്തികളല്ല. കാരണം ശക്തികളല്ല, ഇപ്പൊ പേരിലിപ്പോ നിങ്ങൾ പറയപ്പോ ആയുഷ് മാത്രമേ വലിയ പ്ലെയർ അല്ലേ, പ്രശാന്ത് നല്ല ടാലന്റ് അല്ലേ, ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പെർഫോം ചെയ്തിരുന്നില്ല. പക്ഷെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് അല്ല IPL, അതാണ് പ്രശ്നം. ഇവർക്ക് 1-2 വിക്കറ്റുകൾ പോയാൽ പിന്നെ പിടിച്ചു നിന്ന് മുൻപോട്ട് കൊണ്ടുപോകുന്ന പ്ലെയർ ഇല്ല, അതാണ് പ്രശ്നം. ഇപ്പോ നമ്മുടെ ഗെയ്ക്വാദൊക്കെ ഒന്ന് ഫോമിലേക്ക് വന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യമുള്ളൂ.
രാജസ്ഥാൻ കൃത്യമായിട്ട് ഇന്നലത്തെ പിച്ച് കണ്ടീഷൻ മനസ്സിലാക്കി ബാറ്റ് ചെയ്തു. വിജയം അനായാസമായി അവർ കൊണ്ടുപോയി. അവർക്ക് കൃത്യമായി അവർ ലൈൻ ലെങ്ത്തും ഒക്കെ അവരുടെ ബോളേഴ്സൊക്കെ വരുന്നത്. രാജസ്ഥാൻ്റെ ഇപ്പോൾ ബോളിംഗ് ലെങ്ത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജോഫ്രെ ആർച്ചർ മികച്ച പ്രകടനമല്ല ആർച്ചർ കാഴ്ചവെച്ചത്. ആർച്ചർ ഈ വേൾഡ് കപ്പിൽ ഉടനീളം റൺസ് കൊടുത്തു എന്ന് പറഞ്ഞ ആർച്ചർ ഈ ഇന്നലത്തെ മത്സരത്തിൽ 4 ഓവറിൽ 19 റൺസിന് 2 വിക്കറ്റ് എടുത്തില്ലേ. നായകൻ രുദ്രാജ് ഗെയ്ക്വാദിനെ പറഞ്ഞു വിട്ടു. പിന്നെ ഡാൻഡ്രെ ബർഗർ സൗത്ത് ആഫ്രിക്കൻ്റെ 4 ഓവർ 26, സാംസന്റെ കുറ്റം കളക്കി. ബ്രിജേഷ് ശർമ്മ ഡെബ്യൂ ചെയ്തു, 2 ഓവറിൽ 17 1 വിക്കറ്റ്. സന്ദീപ് ശർമ്മ 2.4 22 1. പിന്നെ നമ്മുടെ രവി ബിഷ്ണോയി. അപ്പൊ ഇവരൊക്കെ മികച്ച രീതിയിൽ ബോൾ തന്നെയില്ലേ. പിന്നെ ജഡേജയുടെ കാര്യം നമ്മൾ എടുത്തു പറയണം. 3 ഓവറിൽ 18 റൺസ്. ജഡേജ ആ ഒരു സെലിബ്രേഷനൊക്കെ ആക്കുന്നത് കണ്ടില്ലേ. ആ CSK ഫാൻസ് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് ഇന്നലെ ആ ഒരു കളിയിലൂടെ മനസ്സിലായി. അപ്പോൾ CSKയുടെ കാര്യം കുറച്ച് ദയനീയാവസ്ഥ തന്നെയാണ്. അവർ ഈ സീസണിൽ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ പോലും സംശയങ്ങളുണ്ട്. കാരണം അത്ര വലിയ മികച്ച ബാറ്റേഴ്സും ബോളേഴ്സും അവർക്കില്ല. ഇപ്പോൾ MSD തുനിഞ്ഞിറങ്ങണം എന്തെങ്കിലും സാധിക്കണ്ടെങ്കിൽ. ധോണി തൻ്റെ ക്യാപ്റ്റൻ ഇപ്പോൾ ബാറ്റിംഗ് ക്വാളിറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം 46 വയസ്സായി. ഇനി പഴയ പോലെ അങ്ങനെ കളിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ധോണി ആ ടെക്നിക്കൽ യൂസ് ചെയ്തിട്ട് രുദ്രാജിന് തന്ത്രം കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും ഒരു സാധ്യത ഇനി കാണുന്നുള്ളൂ.